വെറും 16 വയസ്സുള്ളപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുകയായിരുന്നു? സാധാരണ കുട്ടികൾ സ്കൂളിലും പരീക്ഷാ തിരക്കിലുമായിരിക്കുമ്പോൾ ഒരു ബാലൻ ലോക ഫുട്ബോളിനെ തൻ്റെ കാൽ കീഴിലാക്കുകയായിരുന്നു. സാക്ഷാൽ ലയണൽ മെസ്സിയുടെ പിൻഗാമി എന്ന് ലോകം വിളിക്കുന്ന റെക്കോർഡുകൾ ഓരോന്നായി തകർത്തെറിയുന്ന ബാർസലോണയുടെയും സ്പെയിനിൻ്റെയും അത്ഭുത ബാലൻ. ആരാണ് ഈ കുട്ടി? എവിടെ നിന്നാണ് ഈ പ്രതിഭയുടെ തുടക്കം? നമുക്ക് നോക്കാം ലാമിൻ യമാൽ എന്ന അത്ഭുത പ്രതിഭയുടെ അതിശയിപ്പിക്കുന്ന ജീവിതയാത്ര. വെൽക്കം ബാക്ക് ടു ലിറിക്സ് ഓഫ് ദ ലൈഫ്. 2007 ജൂലൈ 13 സ്പെയിനിലെ എസ്പ്ലുഗസ് ഡി ലാബ്രോഗാറ്റിലാണ് ലമിൻ യമാൽ നസ്രോയി എബാന ജനിച്ചത്. പിതാവ് മൊറോക്കോ സ്വദേശിയായ മുനീർ നസ്രോയി, മാതാവ് ഇക്വറ്റോറിയൻ ഗിനിയയിൽ നിന്നുള്ള ഷീല എബാന. യമാൽ വളർന്നത് റൊക്കാഫോണ്ട എന്ന ദരിദ്രമായ ഒരു പ്രദേശത്തായിരുന്നു. തൻ്റെ ഗോളുകൾ ആഘോഷിക്കുമ്പോൾ കൈകൾ കൊണ്ട് 304 എന്ന് യമാൽ കാണിക്കാറുണ്ട്. അത് തന്റെ നാടിന്റെ പോസ്റ്റൽ കോഡാണ്. താൻ എവിടെ നിന്ന് വന്നു എന്ന് ഈ താരം ഒരിക്കലും മറക്കുന്നില്ല. ലാമിൻ യമാലിന്റെ ജീവിതം മാറി മറിയുന്നത് അവന്റെ 5-ാം വയസ്സിലാണ്. സാധാരണ കുട്ടികൾ കളിക്കൂട്ടുകാരോടൊപ്പം വെറുതെ ഓടി നടക്കുമ്പോൾ ലാമിൻ പന്തിനോടൊപ്പമായിരുന്നു. അവന്റെ പിതാവ് മുനീർ മകനിലെ ഫുട്ബോൾ പ്രതിഭയെ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് ബാർസലോണക്കടുത്തുള്ള ലാ ടൊറേറ്റ എന്ന ലോക്കൽ ക്ലബ്ബിൽ അവൻ ചേരുന്നത്. അവിടെയുള്ള പരിശീലകർ പോലും അമ്പരന്നുപോയി. കാരണം 5 വയസ്സുകാരനായ ലാമിൻ കളിച്ചിരുന്നത് അവനേക്കാൾ പ്രായമുള്ള 6-7 വയസ്സുകാരായ കുട്ടികളോടൊപ്പമായിരുന്നു. തൻ്റെ വേഗത കൊണ്ടും ഡ്രിബിളിംഗ് കൊണ്ടും അവൻ ഗ്രൗണ്ടിൽ വിസ്മയങ്ങൾ തീർത്തു. അവിടെ വെച്ചാണ് ബാർസലോണയുടെ സ്കൗട്ടുകൾ ഈ 5 വയസ്സുകാരനെ ആദ്യമായി ശ്രദ്ധിക്കുന്നത്. വെറുമൊരു കളിപ്പാവയെപ്പോലെ പന്തിനെ തൻ്റെ കാൽ കീഴിൽ നിർത്തുന്ന ആ കൊച്ചു പയ്യൻ ഭാവിയിൽ ഫുട്ബോൾ ലോകം ഭരിക്കുമെന്ന് അവർ അന്ന് തന്നെ ഉറപ്പിച്ചു. 2014 ലാമിൻ യമാലിന് വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നത്. ലാ ടൊറെറ്റയിലെ പ്രകടനം കണ്ട് അത്ഭുതപ്പെട്ട ബാർസലോണ സ്കൗട്ടുകൾ അവനെ ലോകപ്രശസ്തമായ ലാമാസിയ അക്കാദമിയിലേക്ക് ക്ഷണിച്ചു. സാധാരണ കുട്ടികൾക്ക് ലഭിക്കാവുന്ന ഒരു സുവർണ അവസരമായിരുന്നു അത്. 7-ാം വയസ്സിൽ ബാർസലോണയുടെ പ്രേ ബെഞ്ചമിൻ ടീമിലായിരുന്നു അവൻ ചേർന്നത്. പരിശീലകർക്ക് ഒരു കാര്യം അന്നേ വ്യക്തമായിരുന്നു: ലാമിൻ മറ്റുള്ളവരെ പോലെയല്ല. പന്ത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഒരു മുതിർന്ന താരത്തെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എല്ലാ ദിവസവും ട്രെയിനിൽ യാത്ര ചെയ്താണ് അവൻ പരിശീലനത്തിന് എത്തിയിരുന്നത്. തന്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി ആ 7 വയസ്സുകാരൻ എടുത്ത കഠിനാധ്വാനം ചെറുതല്ല. മെസ്സിയും ഇനിയസ്റ്റയും സാവിയും വളർന്ന അതേ പുൽമൈതാനത്ത് തന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കാൻ അവൻ പൊരുതിക്കൊണ്ടിരുന്നു. 2023 ഏപ്രിൽ 29 ലോകം അന്ന് ശരിക്കും ഞെട്ടിപ്പോയി. ബാർസലോണയും റയൽ ബെറ്റീസും തമ്മിലുള്ള മത്സരത്തിന്റെ 83-ാം മിനിറ്റിൽ ഗാവിക്ക് പകരക്കാരനായി ഒരു പയ്യൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. ജേഴ്സി നമ്പർ 41, പേര് ലമിൻ യമാൽ. വെറും 15 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവൻ ആ ചരിത്രം കുറിച്ചത്. ബാർസലോണയുടെ 100 വർഷത്തിലധികം നീണ്ട ചരിത്രത്തിൽ ലാലിഗയിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ലാമിൻ മാറി. ഗ്രൗണ്ടിലിറങ്ങി ആദ്യ മിനിറ്റുകളിൽ തന്നെ അവൻ തന്റെ മാന്ത്രികത കാട്ടി. ഒരു ഗോൾ നേടുന്നതിന് തൊട്ടടുത്തെത്തുകയും പെഡ്രിക്ക് ഒരു മനോഹരമായ പാസ് നൽകുകയും ചെയ്തപ്പോൾ കാണികൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. മത്സരത്തിന് ശേഷം കോച്ച് സാവി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അവൻ മറ്റാരെയും പോലെയല്ല, അവന് ഭയമില്ല, അവനിൽ പ്രത്യേകമായ എന്തോ ഒന്നുണ്ട്. സ്കൂൾ ഹോംവർക്ക് ചെയ്യേണ്ട പ്രായത്തിൽ ക്യാമ്പ് നോവിലെ 10,000-കണക്കിന് കാണികൾക്ക് മുന്നിൽ അവൻ പന്ത് തട്ടി. അവിടെ നിന്ന് അടുത്ത മെസ്സി എന്ന വിളിപ്പേര് വെറും പുകഴ്ത്തലല്ലെന്ന് അവൻ തെളിയിച്ചു തുടങ്ങി. വെറുമൊരു കളിക്കാരനിൽ നിന്നും ബാർസലോണയുടെ നെടുന്തൂണായി ലാമിൻ യമാൽ മാറിയത് വളരെ പെട്ടെന്നായിരുന്നു. 15-ാം വയസ്സിലെ അരങ്ങേറ്റത്തിന് ശേഷം 2023-24 സീസണിൽ അവൻ ബാർസയുടെ സ്ഥിരം സാന്നിധ്യമായി. ഇതിനോടകം തന്നെ മെസ്സി അണിഞ്ഞിരുന്ന ഐതിഹാസികമായ 10-ാം നമ്പർ ജേഴ്സി ലാമിനെ തേടി എത്തി എന്നതിൽ നിന്ന് തന്നെ ക്ലബ് അവന് നൽകുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാം. 2022-23 സീസണിൽ ബാർസലോണ കിരീടം നേടുമ്പോൾ ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായിരുന്നു ലാമിൻ. പിന്നീട് 2024-25 സീസണിലും ബാർസയെ ലാലിഗ ചാമ്പ്യന്മാരാക്കുന്നതിൽ അവൻ നിർണായക പങ്കുവച്ചു. 2024-25 സീസണിലെ കോപ്പ ഡെൽ റേയിൽ ആവേശകരമായ ഫൈനലിൽ റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ച് ബാർസ കിരീടം നേടിയപ്പോൾ ലാമിൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. പിന്നീട് 2025-26 വർഷങ്ങളിൽ സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടത്തിലും ലാമിൻ മുത്തമിട്ടു. ട്രോഫികളേക്കാൾ തിളക്കമുള്ളതാണ് ലാമിൻ സ്വന്തമാക്കിയ വ്യക്തിഗത പുരസ്കാരങ്ങൾ. കോപ്പ ട്രോഫി, ലോകത്തിലെ ഏറ്റവും മികച്ച യുവതാരത്തിനുള്ള ഈ പുരസ്കാരം 2024-ലും 25-ലും തുടർച്ചയായി നേടി ലാമിൻ ചരിത്രം കുറിച്ചു. ഗോൾഡൻ ബോയ് അവാർഡ്, 2024 യൂറോ കപ്പിലെ മികച്ച താരമായി അവൻ തിരഞ്ഞെടുക്കപ്പെട്ടു. കൂടാതെ ലോറസ് വേൾഡ് ബ്രേക്ക് ത്രൂ അവാർഡ്, ലോക കായിക രംഗത്തെ തന്നെ വലിയ അംഗീകാരമാണിത്. ബാർസലോണയിൽ ഏറ്റവും വേഗത്തിൽ 100 മത്സരങ്ങൾ തികക്കുന്ന താരമെന്ന റെക്കോർഡും ഇപ്പോൾ ഈ 18-കാരന്റെ പേരിലാണ്. ഒരു കാലത്ത് മെസ്സി ബാർസലോണക്ക് എന്തായിരുന്നോ അതുപോലെ ക്ലബിന്റെ ഭാവി ഇപ്പോൾ ലാമിൻ യമാലിന്റെ കാലുകളിലാണ്.
ക്ലബ് ഫുട്ബോളിൽ മാത്രമല്ല അന്താരാഷ്ട്ര ഫുട്ബോളിലും ലാമിൻ യമാൽ ഒരു അത്ഭുതമായിരുന്നു. 2023 സെപ്റ്റംബർ 8 ജോർജിയക്കെതിരെ സ്പെയിനിന്റെ ദേശീയ ജേഴ്സിയിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ ലാമിന് പ്രായം വെറും 16 വയസ്സ് മാത്രമായിരുന്നു. ആ മത്സരത്തിൽ ഗോൾ നേടിക്കൊണ്ട് സ്പെയിനിനു വേണ്ടി കളിക്കുന്നതും ഗോൾ നേടുന്നതുമായ ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന റെക്കോർഡ് അവൻ സ്വന്തം പേരിൽ കുറിച്ചു. എന്നാൽ ലോകം യമാൽ എന്ന കൊടുങ്കാറ്റിനെ ശരിക്കും കണ്ടത് 2024 യൂറോ കപ്പിലാണ്. ടൂർണമെന്റിലുടനീളം അസിസ്റ്റുകളുമായി പടം നയിച്ച യമാൽ സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ നേടിയ ആ ലോങ് റേഞ്ച് ഗോൾ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നായി മാറി. ആ ഗോളിലൂടെ യൂറോ കപ്പ് ചരിത്രത്തിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന പെലെയുടെ റെക്കോർഡ് പോലും അവൻ തിരുത്തിക്കുറിച്ചു. ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തകർത്ത് സ്പെയിൻ കിരീടമുയർത്തിയപ്പോൾ ആ ടൂർണമെന്റിലെ യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡും ഏറ്റുവാങ്ങിയത് മറ്റാരുമല്ല. ഇപ്പോൾ 2026 ലോകകപ്പിലേക്ക് എത്തുമ്പോൾ സ്പെയിനിന്റെ മുന്നേറ്റ നിരയുടെ കുന്തമനയായി ലാമിൻ യമാൽ മാറിക്കഴിഞ്ഞു. രാജ്യാന്തര തലത്തിൽ ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തിയ മറ്റൊരു താരം ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ അപൂർവമാണ്. ലാമിൻ യമാലിന്റെ കളി കാണുന്നത് തന്നെ ഒരു കലയാണ്. അവന്റെ ഓരോ ഗോളും ഒരു കഥ പറയുന്നുണ്ട്. അതിൽ ലോകം കണ്ട ഏറ്റവും മികച്ച ചില ഗോളുകൾ നമുക്കൊന്ന് നോക്കാം. 2024 യൂറോ കപ്പ് സെമി ഫൈനലിൽ ഫ്രാൻസിനെതിരെ താരം നേടിയ ഗോൾ ഫുട്ബോൾ ലോകം ഒരിക്കലും മറക്കില്ല. ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ആ ഇടങ്കാലൻ ഷോട്ട് പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് തുളഞ്ഞു കയറിയപ്പോൾ വീണുടഞ്ഞത് എംബാപ്പയുടെയും സംഘത്തിന്റെയും സ്വപ്നങ്ങളായിരുന്നു. അതുപോലെ റയൽ മാഡ്രിഡിന്റെ ഹോം ഗ്രൗണ്ടായ സാന്റിയാഗോ ബർണബ്യൂവിൽ വെച്ച് ഗോൾ നേടുക എന്നത് ഏതൊരു ബാഴ്സ താരത്തിന്റെയും സ്വപ്നമാണ്. തന്റെ 17-ാം വയസ്സിൽ റയൽ പ്രതിരോധത്തെ വെട്ടിച്ച് ലാമിൻ നേടിയ ഗോൾ അവനെ ക്ലാസിക്കോയിലെ പുതിയ രാജാവാക്കി മാറ്റി. അതുപോലെ ഗ്രനഡയ്ക്കെതിരെ തന്റെ 16-ാം വയസ്സിൽ ലാമിൻ നേടിയ ഗോൾ അവനെ സ്പാനിഷ് ലീഗിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗോൾ സ്കോററാക്കി മാറ്റി. വെറുമൊരു ഗോൾ വേട്ടക്കാരനല്ല അവൻ. മനോഹരമായ അസിസ്റ്റുകളിലൂടെ സഹതാരങ്ങളെ കൊണ്ട് ഗോൾ അടിപ്പിക്കാനും ലാമിന് പ്രത്യേക കഴിവുണ്ട്. ലാമിൻ യമാലിന്റെ ഈ വമ്പിച്ച വിജയത്തിന് പിന്നിൽ അവന്റെ കുടുംബത്തിന്റെ വലിയൊരു ത്യാഗമുണ്ട്. ലാമിന്റെ ഏറ്റവും വലിയ ആരാധകൻ അവന്റെ ഉപ്പയാണ്. താൻ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞപ്പോഴും മകന്റെ സ്വപ്നങ്ങൾക്ക് അദ്ദേഹം തടസ്സം നിന്നില്ല. ലാമിൻ ഗോളുകൾ നേടുമ്പോൾ ഗാലറിയിൽ ആവേശത്തോടെ നിൽക്കുന്ന മുനീറിന്റെ ദൃശ്യങ്ങൾ നാം പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതുപോലെ ലാമിനെ എപ്പോഴും വിനയത്തോടെ നിലയുറപ്പിക്കാൻ പഠിപ്പിച്ചത് അവന്റെ ഉമ്മയാണ്. ഒരു സൂപ്പർ സ്റ്റാറായി വളരുമ്പോഴും തന്റെ വേരുകൾ മറക്കരുതെന്ന് അവർ അവനെ എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു. അതുപോലെ റോക്കോ ഫോണ്ടയിലെ തന്റെ മുത്തശ്ശിയോടാണ് ലാമിന് ഏറ്റവും കൂടുതൽ അടുപ്പം. ഓരോ അവധിക്കാലത്തും താരം തന്റെ പഴയ നാട്ടിലേക്ക് ഓടിയെത്തുന്നത് ആ സ്നേഹം കൊണ്ടാണ്. റോക്കോ ഫോണ്ടയിലെ തെരുവുകളിൽ നിന്നും ക്യാമ്പ് നോവിലെ പുൽമൈതാനത്തേക്ക് അവനെ എത്തിച്ചത് ഈ കുടുംബത്തിന്റെ പ്രാർത്ഥനയും പിന്തുണയുമാണ്. അപ്പോൾ ഇതാണ് ലാമിൻ യമാൽ എന്ന വിസ്മയ ബാലന്റെ കഥ. റോക്കോ ഫോണ്ടയിലെ തെരുവുകളിൽ നിന്ന് ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിലേക്കുള്ള അവന്റെ വളർച്ച ഏതൊരു സാധാരണക്കാരനും വലിയൊരു പ്രചോദനമാണ്. പ്രതിഭയ്ക്കൊപ്പം കഠിനാധ്വാനവും വിനയവും ചേർന്നാൽ ഏതൊരു സ്വപ്നവും കീഴടക്കാമെന്ന് ഈ 18-കാരൻ നമുക്ക് കാണിച്ചു തരുന്നു. ലാമിൻ യമാലിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു താരത്തിന്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.